അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരം വെളുക്കണീൻ്റെ മുന്നേ തന്നെ ഞാൻ അടുക്കളയിൽ കയറി നമ്മുടെ പതിവ് പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കണം കേട്ടോ. ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണ്ടേ? എന്നോട് കമൻറ്റിലൂടെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. എന്താ നിങ്ങൾ രാവിലെ എപ്പോഴാണ് എണീക്കൽ എന്നുള്ളത്. ഞാൻ ചിലപ്പോൾ 4:30, 4:45, ചിലപ്പോൾ 5 മണി. വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാല ദോശയാണ്, മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞ് നമ്മുടെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യനോട് ചോദിക്കലുണ്ട്, എന്താ അടുക്കളയിൽ ഇത്ര തോനെ പണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് പെണ്ണുങ്ങളെയൊക്കെ എന്തെല്ലാം വീട്ടിൽ പണിയുണ്ട് എന്നുള്ളത് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. അത് മിക്കവാറും വീട്ടമ്മമാരൊക്കെ കേൾക്കുന്ന ഒരു ചോദ്യമാണല്ലേ, എന്താ എനിക്ക് ഈ പരിയിൽ ഇത്ര തോനെ പണി എന്നുള്ളത്. എന്നോടും എൻ്റെ കിട്ടിയവൻ ആദ്യം അങ്ങനെയൊക്കെ ചോദിച്ചിന് കേട്ടോ, എന്താ ഇത്ര തോനെ പണിയുള്ളത് എന്ന്. ഒരു രാവിലെ പണിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ചായയും കടിയൊക്കെ റെഡിയാക്കുന്നു. അതേപോലെ പണിയേരി വരുമ്പോഴേക്കും നമ്മൾ വീട്ടിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ നടക്കുന്നു. ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് വില ഇവിടെ പണിയെടുക്കുന്നത് എന്നുള്ളത് പോലെ കാണില്ലല്ലോ. അപ്പോൾ പിന്നെ ഓലെ വിചാരം നമുക്ക് പെരിയിൽ പണിയൊന്നും ഇല്ല എന്നാണ്. അപ്പം എൻ്റെ കെട്ടിയോന് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, എത്ര പനിക്ക് വരില്ല ഇത്ര തോന്നെ പണിയെന്നൊക്കെ. പക്ഷേ ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരുന്നപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ ഇവിടെ എന്തൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിനിടയിൽ ഞാൻ ഒരു പപ്പായ ഉണ്ടായിട്ടാ 2 ദിവസം മുന്നേ കുത്തിച്ചതാണ്, അത് പഴുത്തിക്കുന്നത്. അപ്പം എന്നപ്പോൾ അതൊന്ന് ചെത്തിയാണ്ട് അതും കൂടി എൻ്റെ ഇടയിൽ കൊണ്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എപ്പോഴൊന്നും ഇരിക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമ്മളെന്തൊക്കെ പണി എടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മളെല്ലാ പണികളും ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാക്കില്ലേ ചില ഭാര്യമാർക്കൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്. കാരണം അവർക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. എനിക്കും ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമം കേട്ടോ. ഇത്രയും പണി എന്താണ് ഇവിടെ പണി എന്നൊക്കെ ചോദിക്കുമ്പോഴേ. അപ്പം ഇനി എൻ്റെ വീഡിയോ കാണുന്നവരും ഏത് ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചിലപ്പോൾ ആ ഭാര്യനോട് അങ്ങനെ ഒരു ചോദ്യം അയാൾ ചോദിക്കില്ലായിരിക്കാം എന്ന്. അപ്പം ഇനി നമുക്ക് നമ്മളെ ബാക്കിയുള്ള പരിപാടികൾക്ക് തന്നെ വരാം. അപ്പം ഞാൻ പപ്പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ദോശമാവ് ആണ് കേട്ടോ എടുത്തു വേണമെന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇന്നലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ദോശ ഉണ്ടാക്കാം എന്ന് കരുതി, മസാല ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാനേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാൻ ഉഴുന്നും പിന്നെ കടുകുമാണ് ചേർത്ത് കൊടുക്കുക. ഞാൻ ചട്നികൾക്കും അതേപോലെ തന്നെ ഈ മസാല ദോശയ്ക്കും പിന്നെ ഉപ്പുമാവുക്കും ഒക്കെ ഞാൻ കുറച്ച് ഉഴുന്ന് പൊട്ടിച്ചിടും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് മണ്ടിപ്പോവുക കറിവേപ്പില പറിച്ചുകൊണ്ട് ആ കേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ് കേട്ടോ. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വരുന്നത് കൊണ്ട് ഹെൽത്തി ആയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വാടി വരച്ച് അടച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കട്ടിങ് ബോർഡ് പുതിയ കുട്ടപ്പനായതുകൊണ്ട് വേഗം കെയർ ചെയ്ത് കണ്ട് വേഗം കേകി ഒന്ന് തുടച്ച് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ആളെ. പിന്നെ ഞാൻ കുറച്ചൊരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അത് 3 മാത്രമേ മസാലയായിട്ട് ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മളെ ഫ്ലേവറിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും. ബീറ്റ്റൂട്ട് നിങ്ങൾ അരിയണത് കണ്ടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ബീറ്റ്റൂട്ട് തലേ ദിവസം ഞാൻ വൈകുന്നേരത്ത് ഉപ്പേരി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. വെറുതെ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് പച്ചമുളകും ബീറ്റ്റൂട്ടും മാത്രം ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതിന് അതിൻ്റെ ബാക്കി ഉണ്ടായിന് ആ ബീറ്റ്റൂട്ട് ഉപ്പേരി ഞാൻ ഇതിലേക്കാണ് ചേർത്തിട്ട് അടിച്ചിക്കാണ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അതാണ് ബീറ്റ്റൂട്ട് ചെത്തുന്നത് നിങ്ങൾ കാണാഞ്ഞത്. അപ്പോൾ ബീറ്റ്റൂട്ട് വഴി ക്യാരറ്റ് വഴി ഉരുളക്കിഴങ്ങ് വഴി എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഈ കുക്കറിലിട്ടിട്ട് അടിച്ച് വേവിച്ചെടുത്തിട്ട് ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയ ഉപ്പേരി ആയതുകൊണ്ട് തന്നെ രാവിലെ സമയമാകുമ്പോഴത്തേനൊന്നും അത് കേടരാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ദോശയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ വേഗം പണി ഒരുങ്ങും കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാനത് ചേർത്ത് ഉപ്പൊക്കെ പാകാക്കി കറക്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കി തുടങ്ങാം.
അതിനിടയ്ക്ക് എന്താണ് ദോശയ്ക്ക് എണ്ണ പറ്റണ ബ്രഷ് കാണാനില്ല കേട്ടോ. ആകെ തിരഞ്ഞു തപ്പിയിട്ട് കാണാനില്ല. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഒരു തണ്ടുമെന്ന് വായൻ്റെലിൻ്റെ തണ്ടിങ്ങനെ മുറിച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തിട്ടെടുക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ എണ്ണ വരച്ചാൽ ഉഷാറായിക്കാറ് കേട്ടോ. എൻ്റെ കുടിയിൽ എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. അമ്മക്ക് പിന്നെ ഇഷ്ടം പോലെ വായ ഉണ്ടായതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. എനിക്കും പിന്നെ ഇഷ്ടം പോലെ വായൊന്നുമില്ല കേട്ടോ. പിന്നെ കുഞ്ഞുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിക്കൊന്നും അയക്കൂല കേട്ടോ. മൂപ്പർക്ക് ആ വായമ്മൊരുക്ക് പോലെ ഉണ്ടായി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇല വെട്ടരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറയും. എനിക്ക് പിന്നെ കൊല്ലൊന്നും വേണമെന്നില്ല. വായൻ്റെ ഉപയോഗം നടന്നാൽ മതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ വല്ല ഇടയ്ക്ക് പ്ലേഗിലൊക്കെ പോയിട്ട് ഒരു വായൻ്റെ ഇലയൊക്കെ പറിച്ച് കൊണ്ടുവരലുണ്ട് കേട്ടോ. അതിനിച്ച് നല്ലോണം ചീത്തയും കിട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ ദോശച്ചട്ടിൻ്റെ സ്വഭാവം തുടങ്ങിക്കണേ. ഞാൻ നല്ല വീഡിയോ ഒക്കെ ഉഷാറായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. അതുപോലെയാണ് ദോശ ആകെ കൊളമായി കിട്ടിക്കണ്. ചില സമയത്ത് എൻ്റെ ചട്ടിക്കൊരു സൂക്കടാണ് കേട്ടോ. ആ സൂക്കടാണ് ഇപ്പോൾ ഇതിങ്ങനെ. അപ്പോൾ ഫസ്റ്റത്തെ ദോശയും കൊളായി, രണ്ടാമത്തെ ദോശയും ഏകദേശം കൊളാകാനുള്ള തീരുമാനത്തിലാണ്. കിട്ടണില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ഇതിന് കുറച്ചൊക്കെ ഒരു ഇതേപോലത്തെ സ്വഭാവം കേട്ടോ. വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടലുണ്ട്. അപ്പോൾ രണ്ടാമത്തതും ഞാൻ ഫസ്റ്റത്തിൻ്റെ അത്ര മോശമൊന്നുമല്ലെങ്കിലും കുറച്ചൊക്കെ കുത്തിപ്പോയിക്ക് ഇടങ്ങാറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ മൂന്നാമതൊക്കെ ആയപ്പോഴത്തേന് ചട്ടി ഒരുവിധം എണ്ണയൊക്കെ തേച്ച് ഒന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാവ് ഉണ്ടാക്കിയെടുത്തുള്ള പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച്. അത് നമ്മളെയാണല്ലോ കുറ്റം വിചാരിച്ച. അപ്പം പിന്നെ മൂന്നാമത്തെ ദോശയൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ചട്ടിയും ദോശയൊക്കെ ആയിട്ടൊരു അന്തർധാരണയിലെത്തി. പിന്നെയൊക്കെ ഓരോന്ന് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ 1-2 ആകെ കുത്തിപ്പോയി ഇടങ്ങേറാക്കിയെന്നുള്ളൂ. ആദ്യമൊക്കെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ദോശച്ചട്ടി പിന്നെ ഓരോ ദോശകളും നല്ല റെഡിയാക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ടേനി. അങ്ങനെ ലാസ്റ്റ് ദോശയും ഞാൻ ചുട്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് ചായ കൊടുക്കണമുണ്ട്. നീച്ചു വരുന്നവർക്കനുസരിച്ച് ചായയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ചട്നിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കട്ട് ചെയ്തില്ലേ പപ്പായ, അത് ഞാൻ രാവിലെ തന്നെ അതിൻ്റെ കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വൈകുന്നേരത്ത് കൊടുക്കാനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചൊക്കെ ആണെങ്കിലൊക്കെ അതിലൊക്കെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണല്ലോ. എപ്പോഴൊന്നും പറ്റൂലെങ്കിലും ഉള്ളപ്പോഴൊക്കെ ഒന്ന് കൊടുക്കായിരുന്നു. അപ്പം ഇനി നമുക്ക് തിരുമ്പലാണ് കേട്ടോ അടുത്ത പണി. കുറച്ചേ ഉള്ളൂ, ഒരു 2-3 ബക്കറ്റ് അത്രേ ഉള്ളൂ. ഇന്നലെ തിരുമ്പൽ നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് 3 കുന്നോളം തിരുമ്പാൻ. ഇന്നലെ ഇപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് കേട്ടോ വന്നത്, ഒരു വഴിക്ക് പോകാണ്ടേരി. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു 2-3 ആയപ്പോൾ വന്നപ്പോഴത്തേന് ആകെ കുഴങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ തിരുമ്പാനുള്ള മൂടൊക്കെ പോയി. അതുകൊണ്ട് ഇന്ന് തിരുമ്പാൻ എക്സ്ട്രാ മൂട് ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥയുടെ 3 ബക്കറ്റിൽ ഞാൻ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് പുതർത്തി വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തിരുമ്പിയെടുക്കുകയാണ് അടുത്ത ടാസ്ക്. 2 ദോശ തിന്ന് ഇറങ്ങിയതേനി കേട്ടോ. അപ്പം ഞാൻ 2 ദോശ ദഹിക്കാനുള്ള അതിൻ്റെ അപ്പുറം അലക്കാനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നലെ വാഷിംഗ് മെഷീൻ ലീവ് ആയതുകൊണ്ട് ഇന്ന് വാഷിംഗ് മെഷീൻ എക്സ്ട്രാ എനർജിയോടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പേടിയാവുമെന്ന് വിചാരിച്ച് എനിക്ക് തുണക്കിന് അവിടെ 2 ആൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 3 ബക്കറ്റ് തുണിയും കുപ്പായം അലക്കലും ഒലുമ്പലും ഒക്കെ കഴിഞ്ഞ് ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ തൊടു കൂടെയൊക്കെ നിറച്ച അയലുകളുണ്ട്. ആ അയലമലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അലങ്കരിക്കണം, കളർഫുള്ളാക്കണം. അതാണ് പിന്നെയുള്ള പരിപാടി. രാവിലെ തന്നെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെയിൽ നല്ലോണം പോണതിന് മുന്നേ രാവിലെ തന്നെ അലക്കിട്ടാൽ വൈകുന്നേരത്തിന് മടക്കാൻ അത്യാവശ്യം എല്ലാതും ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2 ദോശ തിന്നതൊക്കെ ദഹിച്ച് ഒരു 4 ദോശക്കുള്ള വിശപ്പ് എക്സ്ട്രാ ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ ഇതാകുമ്പോൾ ഒരു മോർണിംഗ് എക്സസൈസ് കൂടി ആയിക്കണം കേട്ടോ.
ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ പണിയെടുത്തിട്ട്. അലക്കാലതൊക്കെ അലക്കി അയലുമലായപ്പോൾ ഒരു പകുതി മുക്കാൽ സമാധാനമായി. ഇനി നമുക്ക് വല്ല അടുപ്പൊക്കെ കത്തിച്ച് നമ്മുടെ ചോറ് കൂട്ടാനും പരിപാടികൾക്കൊക്കെ നടക്കാം. ഞാൻ അടുപ്പ് കത്തിച്ചുമ്പോൾ ഇതേപോലെ ഈ ഷീറ്റ് ഇവിടെ ഇങ്ങനെ പൊന്തിച്ചിട്ട് ചില സമയത്ത് അതിങ്ങനെ വല്ല താത്തിലും. രാവിലെ തണുപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊന്തിച്ചിക്കണേ കേട്ടോ, കാറ്റയിലിങ്ങനെ വീശാതിരിക്കാൻ. പിന്നെ തീയൊക്കെ കത്തിച്ചിരുന്ന സമയത്ത് എല്ലാ ഭാഗം അടഞ്ഞു കിടന്ന ഭയങ്കര പുകയിലേക്കാരല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ താത്തിയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് വെള്ളം മുറ്റടിച്ച് വരാൻ ഇറങ്ങണം കേട്ടോ. ഇന്നിപ്പോൾ കുറച്ചധികം മുറ്റടിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ അധികം കുക്കിംഗ് ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ക്ലീനിങ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പല കമൻസും എല്ലാ വീഡിയോയിലും കുക്കിങ്ങിൻ്റെ വരുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങൾ കുക്കിംഗ് മാത്രം കാണിച്ചില്ല ഈ ക്ലീനിങ്ങും കാണിക്കും, ഞങ്ങൾക്ക് അതാണ് കാണാൻ ഇഷ്ടം. പിന്നെ നിങ്ങൾ ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കും മടിയൊന്നും ഇല്ലാതെ ക്ലീനിങ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പൊ കൊയ്യെ മാറിക്കോ സൂപ്പർ ഫാസ്റ്റ് വരുമ്പോൾ ഒരു വരവേക്കാനും. അപ്പൊ അതിൻ്റെ അടുത്ത് നീയക്കുട്ടി ഓരോന്ന് കണകുണ പറഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും സ്പീഡായിട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും തന്നെ ബോറടിച്ചിട്ടോ. ഒരു 3/4 മണിക്കൂർ നേരത്തെ അടിച്ചു വാരലുണ്ടേനി. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാതും അങ്ങോട്ട് സ്പീഡാക്കിയിട്ടാണ് കാണിച്ചാൽ. അങ്ങനെ മുറ്റടി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പൂരന്നെ നെട്ടും ബോൾട്ടൊക്കെ ലൂസായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും അകം കൂടി ഒന്ന് ക്ലീൻ ആക്കിയ അവിടെ ക്ലീനിങ് പരിപാടികൾ അവസാനിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് ഊറ്റലും പിന്നെ കൂട്ടാനൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയും വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടേ വിനാഗിരിയും വെള്ളം മിക്സ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ ഉറുമ്പുകളൊക്കെ പോകുന്നുള്ളത്. പക്ഷേ 1-2 ദിവസമൊന്നും വലിയ കുഴപ്പമില്ല. ഇനി 3-ാമത്തെ ദിവസമായപ്പോൾ തന്നെ ഇതൊന്നും താഴത്തില്ലടാന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് ഇങ്ങനെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകണ്ടേ, തുടക്കത്ത് കൂടെ ഇങ്ങനെ വെല്ല വരുന്നുണ്ട്. എനിക്ക് തോന്നി ഇത് വർക്കാവണില്ല എന്നുള്ളത്.
അപ്പം ഇനി ഉറുമ്പ് പോകാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അറിയാം. വേറെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഇതേപോലെ തുടച്ചെടുക്കാനൊക്കെ പറ്റിയതുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കൊണ്ടിട്ടോ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എത്രങ്ങാനും പണിയാണല്ലേ ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾക്ക് പെരിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഇതിന് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുക്കുമ്പോൾ പിന്നെ എത്താ പണിക്ക് ഈ പെരിയിൽ ഇത്ര തോനെ പണി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരൂലേ. അപ്പം ആരും ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പണിയെടുക്കുന്ന ഭാര്യമാരാണെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്, അവർക്ക് സങ്കടമാകും. പണിയെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പണിയെടുക്കാനൊക്കെ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ പെണ്ണുങ്ങളെ മാത്രം പണിയൊന്നുമല്ല വീട്ടു ജോലി ആണുങ്ങൾക്കും കൂടി കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ. എനിക്ക് പിന്നെ ഉച്ചക്കും ഒന്നാമത് റെസ്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ തീരെ റെസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം സിനിമോനും ചെറിയ കുട്ടിയല്ലേ, ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഓനോ ഉറങ്ങി എണീച്ച് വന്ന് പിന്നെ ഓൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സമയമാകും. ചിലപ്പോൾ തിരുമ്മലും അലക്കൽ രാവിലെ കഴിയും, പിന്നെ തുടയും എല്ലാതും കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു 3 മണിയാവും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ 4 മണിക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ള സമയമാകുമല്ലോ. അങ്ങനെ 4 മണിക്ക് വീണ്ടും ഉണ്ടാക്കാനുള്ള സമയമായി. ഇന്ന് പോയി ചെറിയ സൂപ്പ് തട്ടിക്കൂട്ടാമെന്ന് കരുതി. ഞാനങ്ങനെ സൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കുടിച്ചിക്കണ് കേട്ടോ. പിന്നെ ചിക്കൻ സൂപ്പൊക്കെ അങ്ങനെയൊക്കെ കുടിച്ചിക്കണ്. ഞാനായിട്ട് ട്രൈ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം റെസിപ്പി പറയുമോ എന്നൊക്കെ ഷോർട്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് പറയാം കേട്ടോ. ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് വെളുത്തുള്ളി അരിഞ്ഞതൊക്കെ ഇട്ട് പിന്നെ പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തിട്ടൊക്കെ അതൊക്കെ ഇതാക്കാം. പിന്നെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് മുട്ടയൊന്നും പറ്റാത്തതുകൊണ്ട്. അങ്ങനെ ഒരു സൂപ്പ് തട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം എന്നാലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം തന്നെ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.